നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് വെച്ച് ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചുറപ്പിന്റെ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തുനബിയുടെ കൂടെയാണ് പോകുന്നത്. ആ മുത്തുനബിയാണ് നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. എപ്പോഴെവിടെ വെച്ചാണ് നിങ്ങളെ? എപ്പോഴെവിടെ വെച്ചെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂടുമ്പോഴാണ് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രമല്ല പടച്ചവനെ ഇങ്ങനെ തലയുടെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. പടച്ചവനെ ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾക്ക് പകരം ഇങ്ങനെ തീമഴ പെയ്യുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഇങ്ങനെ പറന്നു നടക്കുകയാണ്. സർവ്വതം തകർന്ന് തരിപ്പണമാവുകയാണ്. പടച്ചവനെ ശവപ്പറമ്പ് പോലെ ഈ പ്രപഞ്ചം അങ്ങ് തീരുകയാണ്. അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും നശിക്കുകയാണ്. അത് കഴിഞ്ഞ അല്ലാഹു രണ്ടാമതും ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിന് അല്ലാഹു അവിടെ നിന്ന് റൂഹിട്ട് കൊടുക്കുകയാ. ആ മലക്കിനോട് അല്ലാഹു പറയുന്നു രണ്ടാമത് മോദാറ്. ആ മലക്ക് രണ്ടാമതും സൂറെന്ന് പറയുന്ന കാഹളത്തിലൂടുമ്പോൾ അഴീക്കോട് പള്ളികളെ കബറസ്ഥാനെന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ വരുന്ന കോലമെന്നറിയുമോ? വരെ കുളിപ്പിച്ച് നല്ലതുപോലെ വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് സുഗന്ധങ്ങൾ അടിച്ച് പള്ളിയിൽ കൊണ്ടുപോയി മനുഷ്യന്റെ കോലത്തിലാണ് കബറടക്കുന്നത്. പക്ഷേ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് പിന്നെയും സൂറെന്ന് പറയുന്ന കാഹളത്തിലൂടുമ്പോൾ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഈ രൂപത്തിലല്ല, പല വ്യത്യസ്തമായ രൂപത്തിലാണ്. പട്ടികളുടെ കോലത്തിൽ, പറന്നികളുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടികളുടെ രൂപത്തിൽ നടന്നു വരുന്നവർ, ഇടങ്ങൾ വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, മലയോളം വലുപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവർ. അല്ലാഹുവേ, 41 വിഭാഗത്തിലെ ജനങ്ങളതാ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പ്രസവിച്ചതുപോലെ പടച്ചവനെ ഒരു തുണിയില്ലാതെ, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ എല്ലാവരും പകർന്നു വിറച്ചുകൊണ്ടല്ല. എല്ലാവരുടെ മുഖത്ത് വല്ലാത്ത പേടിയാണ്. തലയിങ്ങനെ താഴ്ത്തിപ്പിടിച്ചിരിക്കുകയാണ്. തുണിയില്ലാതെ എല്ലാവരും കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചെമ്പിന്റെ തറയിലൂടെയാണ് നടന്നു പോകുന്നത്. നിൽക്കുന്നത് ചെമ്പിന്റെ തറയിലാണ്. എന്റെ പ്രിയമുള്ള പെണ്ണുകള്, 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചുറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, ആ സൂര്യനതാ നിന്റെ തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാ. അടുക്കളയിൽ ചോറ് വെക്കുമ്പോ ചോറ് കിടന്ന് തിളക്കുന്നത് കാണുന്ന ഉമ്മ നിന്റെ തലച്ചോറ് തുളയ്ക്കുകയാ. ആ സൂര്യൻ ഇങ്ങനെ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിന്റെ തലച്ചോറ് ഇങ്ങനെ ഉരുകുകയാണ്. തലച്ചോറ് വിയർപ്പിനകത്ത് നിന്ന് മുങ്ങുകയാ. പടച്ചവനെ, ജനങ്ങളെ നിലവിളിക്കുകയാണ്. യാ വൈലതാ, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഅമ്മിഹി വഅബീഹി വസഹബതിഹി വബനീഹി. അപ്പയോ ഉമ്മയോ ആരെയോ മക്കളോ കൂടെ പറപ്പോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്ന് മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകണോ? പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നാളെ എന്റെ സ്വർഗ്ഗത്തിലേക്ക്, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എന്റെ കൂടെ 5 വിഭാഗം ആൾക്കാർ കടന്നു വരും. സ്വഹാബാ, 5 വിഭാഗം ആൾക്കാർ നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം
ഇടയ്ക്കിടയ്ക്ക് BP കുറയുന്നുണ്ട്. അതല്ലേ ശരീരം വിയർക്കണം. ശരീരം വിയർക്കുന്നത് 2 രോഗത്തിന്റെ അടയാളമാണ്. ഒന്ന് അറ്റാക്ക് വരാനും പിന്നൊന്ന് എന്തായാലും കുഴപ്പമില്ല. അള്ളാഹു ആഫിയത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാനും താഴ്ത്തി വെച്ച് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗമാരാ മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനാല ജാരിയതൈനി ഹത്താ തബ്ലുഗ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഒരാൾ തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ വിഭാഗമാണെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കളെയാണ് നാളെ മുത്തുനബി കൈ പിടിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ മാതാപിതാക്കൾ ആരാ? നാളെ മുത്തുനബി കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ വെച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരാ? 2 പെൺമക്കളുള്ള മാതാപിതാക്കൾ. 2 പെൺമക്കളുള്ള മാതാപിതാക്കൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുകയാണ്, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അല്ലാഹു 2 പെൺമക്കളെ കൊടുത്തു, 2 പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും അമ്മയും നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 പെൺമക്കൾ അല്ലാഹു കൊടുത്തു. ആ മക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും അമ്മയും നാളെ എന്റെ കൂടെയാണ് സ്വർഗ്ഗത്തിലെന്ന് നബിയിന റസൂലുള്ളാഹി വടക്ക നബിയിന റസൂലുള്ളാഹി. 2 പെൺമക്കളുള്ള ഏതെങ്കിലും വാപ്പായും ഉമ്മയും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. ഒന്ന് പൊക്കടോ, നിങ്ങളുടെ ഭാഗ്യവാന്മാരില്ലേ? ഒരു 10-12 പേരുണ്ട് താത്താമാര്. 2 പെൺമക്കളുള്ള താത്താമാരെന്ന് കൈവക്കിക്കുക. അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പെൺമക്കൾ ആർക്കും വേണ്ട. ആദ്യത്തെ കൺമണി ആരായിരിക്കണം? പറയറോ? എല്ലാത്തിനും ആണ് മതി. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ആണ് മതി, പെണ്ണ് വേണ്ട. എല്ലാത്തിനും ആണ് മതി. പെണ്ണെന്താ? പെണ്ണ് വന്നാൽ ചെലവ് കൂടുതൽ അവസ്ഥ അതാ. പെൺകുട്ടികൾ വന്നാൽ ചെലവ് കൂടുതലാ. എങ്കിൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യുമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യത്തെ പ്രസവത്തിൽ പെണ്ണിനെയാണോ പ്രസവിച്ചത്, നീ രക്ഷപ്പെട്ടു, അല്ലാഹു നിനക്ക് ബർക്കത്ത് നൽകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെൺകുട്ടികളെ വളർത്തി വിവാഹം കഴിച്ച് വിട്ട സ്വർഗവാ. മുത്തുനബി പറഞ്ഞത്, അവര് സ്വർഗത്തിൽ എന്റെ കൂടെ 2 വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും അടുത്ത്. അല്ലാന്റെ റസൂല് പറഞ്ഞത്, ഞാനും അവരും തമ്മിൽ സ്വർഗത്തിൽ ഇത്രയും അടുത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് പെൺമക്കളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകന് പെൺമക്കളോട് വല്ലാത്ത സ്നേഹം. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നസീഹ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ സഹാബത്തും ഇങ്ങനെ വഅദിന്റെ സദസ്സിലുണ്ട്. നോക്കുമ്പോ ഒരു ആൺകുട്ടി ഇങ്ങനെ ഓടി വന്നിട്ട് വാപ്പാടെ അടുക്കൽ ഓടി വന്നു. വാപ്പ മോനെ കണ്ടതും കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് പിടിച്ചു മടിയിൽ കയറ്റിയിരുത്തി. പ്രവാചകനൊന്നും മിണ്ടിയില്ല, പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കുറെ സമയം കഴിഞ്ഞു. ആ മനുഷ്യന്റെ പെൺകുട്ടിയായ മകള് നേരെ വാപ്പാടെ അടുത്ത് വന്നു. മോൻ വന്നതുപോലെ വാപ്പാടെ അടുത്ത് വന്നതും വാപ്പ ആ പൊന്നുമോക്ക് ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പിടിച്ച് താഴെ ഇരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗം നിർത്തി. എന്നിട്ട് ആ വാപ്പാട് പറഞ്ഞ്, ഒന്നിയിൽ മടിയിലിരിക്കുന്ന മോനെ താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ മോളെ കയറ്റി മടിയിലിരുത്തുന്ന നബി മുഹമ്മദ് മുസ്തഫ. ആ പെൺകുട്ടിയോട് വാപ്പ വേർതിരിവ് കാണിച്ചപ്പോ മുത്തുനബിക്ക് സഹിച്ചില്ല. അപ്പൊ തന്നെ മുത്തുനബി പറഞ്ഞു, ആ മകളെ നീ കയറ്റിയിരുത്ത്.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ പെൺകുട്ടികളായ മക്കളോട് വലിയ സ്നേഹം. ചരിത്രം നോക്ക്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കണ്ട നെറ്റിയിൽ ഉമ്മ വെക്കും. പാപ്പമാര് കേട്ടോണം, പ്രായപൂർത്തിയായ മക്കളെയും പിടിച്ച് കവളിലല്ല ഉമ്മ വെക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും. രണ്ടുപേർക്ക് നെറ്റിത്തടത്തിലാ ഉമ്മ കൊടുക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കൊക്കെ? രണ്ടുപേരുടെ നെറ്റിത്തടത്തിലാ ഉമ്മ കൊടുക്കേണ്ടത്. ആരുടെയൊക്കെയെന്നറിയോ? പറമനുഷ്യന്മാരെ, പെണ്ണുപിള്ളയുടെ, ഭാര്യയുടെ അല്ല. രണ്ടുപേർക്ക് പ്രായപൂർത്തിയായ പെൺമക്കൾ. ആ പെൺമക്കളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. രണ്ട് നമ്മുടെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ട പ്രവാചകൻ എന്ത് ചെയ്യും? നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും. ഫാത്തിമ എന്ന് പറയുന്ന മകള് വീട്ടിൽ കയറി വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ചരിത്രം പറയാ, പെൺമക്കള് കയറി വന്നാൽ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കാരണം പെണ്ണിന്റെ കാൽ ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നത്. നിങ്ങൾ പഠിക്കണം. നമ്മൾ ചിന്തിക്കുക, ആണുങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗം കിടപ്പുണ്ടോ? ഇല്ല. ആരുടെ കാൽ ചുവട്ടിൽ? പെണ്ണിന്റെ കാൽ ചുവട്ടിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ തന്റെ പെൺമക്കളെ വല്ലാത്ത സ്നേഹം. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ട് പെൺമക്കളെ വളർത്തി വിവാഹം കഴിച്ച് വിട്ടാൽ അവര് സ്വർഗത്തിൽ എന്റെ കൂടെ ഇത്രയും അടുത്തു. ഹജ്ജ് ചെയ്തവന് ഞാനും ഇങ്ങനെയെന്നല്ല പറഞ്ഞേ, ഉംറ ചെയ്തവന് ഞാനും, പള്ളി കെട്ടിക്കൊടുത്തവന് ഞാനും, നിസ്കരിക്കുന്നവന് ഞാനും, നോമ്പ് പിടിക്കുന്നവന് ഞാനും നാളെ സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് മുത്തുനബി പറഞ്ഞില്ല. പക്ഷേ രണ്ട് പെൺമക്കളെ വളർത്തി വിവാഹം കഴിക്കുന്ന വാപ്പ അല്ലാഹു സ്വർഗമാ ഓഫർ ചെയ്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് പെൺമക്കളെ 18 വയസ്സുവരെ എത്തിച്ച് അവരെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നൊരു ജിഹാദാ. രണ്ട് പെൺമക്കളെ 18 വയസ്സ് വരെ എത്തിക്കണമെങ്കിൽ ആ വാപ്പായും ഉമ്മായി എത്ര കഷ്ടപ്പെടണം. കാരണം ഇന്നത്തെ കാലഘട്ടം അത്രയ്ക്കും വളരെ മോശമായ കാലഘട്ടം. നിങ്ങൾ ചിന്തിക്ക്, ഇന്ന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ വാപ്പായ്ക്ക് യോഗം ഉണ്ടാവില്ല. പണ്ട് നിങ്ങളെ കാലിച്ച് വയ്ക്കുക, ഈ ഇരിക്കണ താത്താമാരെ കാലിച്ച് വയ്ക്കുക. നിങ്ങളൊക്കെ ഒരു ദിവസം സ്കൂള് വിട്ട് വീട്ടിൽ കയറി ചെന്നപ്പോ വാപ്പ പറഞ്ഞു, ആമിന കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് ആ ഇരിക്കുന്നത് ആ പയ്യൻ. ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പണ്ട് പെമ്മക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോ വാപ്പ എന്താ പറയണേ? കല്യാണം ഉറപ്പിച്ചിട്ട് മോളെ പഠിത്തമൊക്കെ നിർത്തിക്കോ, കല്യാണം ഉറപ്പിച്ചതുകൊണ്ടായിരിക്കുന്ന ആ പയ്യൻ. അള്ളാണ് ഒരൊറ്റ കരച്ചില, പെണ്ണുങ്ങൾ ഒരൊറ്റ നിലവിളി, കഴിഞ്ഞു എല്ലാം. പിന്നെ കല്യാണവും കഴിഞ്ഞ് മക്കളുമായി സുഖിച്ച് ജീവിക്കുന്നു. ഇന്ന് 17ഉം 18ഉം വയസ്സുള്ള മകള് വീട്ടിൽ കയറി ചെന്നിട്ട് വാപ്പാനോട് പറയും, വാപ്പ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കാനൊന്നും പോണ്ട, ഞാൻ തന്നെ അടിയക്കോട് ഒരുത്തനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ വിവാഹം കഴിച്ചു തരണം. പാപ്പ ചോദിക്കും, മോളെ അവൻ നമ്മുടെ ജാതി അല്ലല്ലോ, ഞാൻ സമ്മതിക്കൂലല്ലോ, ഞാൻ പോകും പാപ്പ, നിങ്ങൾ കെട്ടിച്ചതില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പൊള്ളാണ പോവേ. കോടതി ഞാൻ പറയും, എനിക്ക് അവനെ മതി, എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ 18ആയി, ഞാൻ പോകും. ഇതാ ഇന്നത്തെ കാലഘട്ടം. കെട്ടിച്ചു കൊടുക്കാൻ പാപ്പമാർക്ക് യോഗ ഇല്ലാത്ത കാലമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, രണ്ട് പെൺമക്കളെ വളർത്തി കെട്ടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുന്നല്ല, എങ്ങനെ വളർത്തണം അവിടെയാ വിഷയം. എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്? ആ മക്കളെ വളർത്തുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? ആൺമക്കളെ പോലെയല്ല, പെൺമക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ വളർത്തേണ്ടത്. പെൺകുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. കാരണം ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായ ലോകം നന്നാവും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടൂ. ഖുർആൻ പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്. അല്ലാഹു പറയുകയാ, നല്ല പറമ്പിൽ വിത്തിറക്കിയാലേ, നല്ല കൃഷി ഇറക്കിയാലേ നല്ല വിത്ത് കിട്ടൂ, വിളവ് കിട്ടൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും. നിന്റെ ഭാര്യമാര് നിന്റെ കൃഷിയിടമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാ. പച്ച മലയാളത്തിൽ പറഞ്ഞ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അപ്പൊ ഒരു പെണ്ണ് നന്നായ അവളുടെ മക്കള് നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും.
ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് വൃത്തികെട്ട ഭർത്താവിനെയും നന്നാക്കാൻ പറ്റും. ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നന്നാകില്ല എന്ന് കരുതിയ എത്രയോ ഭർത്താക്കന്മാരെ ഭാര്യമാര് നന്നാക്കിയ ചരിത്രമുണ്ട്. പിന്നെ നിന്റെ ഭർത്താവ് നന്നാകാത്തത് നീ നേരെയാക്കാത്തത് കൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് സമയമില്ല റിസ്ക് എടുക്കാൻ. ഭർത്താവിന്റെ കള്ളുകൂടി നിർത്തണമെന്നൊരു ഭാര്യ വിചാരിച്ചാൽ പറ്റും. ഭർത്താവിന്റെ ഫോൺ വിളിയും മോശമായ ജീവിതവും നിർത്തണമെന്നൊരു പെണ്ണ് വിചാരിച്ചാൽ പറ്റും. പക്ഷെ ഇവര് വിചാരിക്കത്തില്ല. അവർക്ക് വേണ്ട, ഇവര് വിട്ടേക്കല്ല, അഴിച്ചുവിട്ടിരിക്കാം. അപ്പൊ ഒരു പെണ്ണ് നന്നായ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാകും, കുടുംബം നന്നാകും, നാട് നന്നാകും, രാജ്യം നന്നാകും, ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായ, ഒരു പെണ്ണ് പിഴച്ചാലോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ അള്ളാഹ് പറഞ്ഞത്, അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, വളർത്തേണ്ടതുപോലെ വളർത്തുക. ഒരു വാപ്പാടെയും ഉമ്മായുടെയും ജോലിയ മക്കളെ നല്ല നിലയിൽ വളർത്തുക. പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല. മദ്രസയെ പഠിപ്പിക്കണ ഉസ്താദല്ല നിന്റെ മക്കളെ നന്നാക്കേണ്ടത്. ആദ്യം നീ നന്നാക്ക് നിന്റെ മക്കളെ. അല്ലാഹ് ആര്, മുത്തുനബി ആര്, ദീൻ എന്ത്, നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുള്ളത്. അത് മാതാപിതാക്കളുടെ ജോലിയാ. പിന്നെ ഉസ്താദന്മാര്, ആദ്യത്തെ ഉസ്താദ് നിങ്ങളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിന്റെ പെൺമക്കളെ നീ നല്ലതുപോലെ വളർത്തൂ. അവരെ അദബ് പഠിപ്പിച്ചു കൊടുക്കൂ. അവർക്ക് നീ ലജ്ജ പറഞ്ഞു കൊടുക്കൂ. ലജ്ജ എന്താണ്? അല്ലാഹുവേ, അങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതം കണ്ടാല്, അവരുടെ നടത്തം കണ്ടാല്, അവരുടെ സംസാരം കണ്ടാല്, അവരുടെ വസ്ത്രധാരണ കണ്ടാല് അല്ലാഹുവേ ലജ്ജ തോന്നുകയാണ്, സങ്കടം തോന്നുകയാണ്. പഠിച്ചവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ നടത്തവും സ്വഭാവവും കണ്ടിട്ടുണ്ടോ? പഠിച്ചവനെ, എന്തേ സഹോദര എന്തേ ഇങ്ങനെയായി പോയത്? ആകവേ പഠിച്ചവനെ, ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്തൊക്കെ ഉസ്താദന്മാരെ കണ്ടാ തലമറയ്ക്കുമായിരുന്നു. ഉസ്താദിനെ കണ്ടാ തലയിൽ കിടക്കുന്ന ഷാലെടുത്ത് താഴെ കിടന്ന കാലവാ. പഠിച്ചവനെ, തലമറയ്ക്കാനെന്ന് പലർക്കും മടിയാണ്. മുടിയെല്ലാം അടിച്ചിട്ടുകൊണ്ടിങ്ങനെ അതാ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലെ തലമറയ്ക്കാൻ പഠിക്കുന്ന, തലമറയ്ക്കാൻ മടി കാണിക്കുന്ന, മുടി വെളിയിലിട്ടിരിക്കുന്ന പെണ്ണ് കള്ളതരങ്ങ് ശിക്ഷ എന്തെന്നറിയോ? പടച്ചറപ്പിന്റെ കോടതിയിലോ നരകത്തിലെ ഒരു തൊപ്പി നിന്റെ തലയിലേക്ക് വെക്കുകയാണ്. നിന്റെ തലയിലേക്ക് നാളെ ഒരു നരകത്തിന്റെ തീയുടെ തൊപ്പിയല്ലാതെ മലക്കുകളെ പടന്ന് വെച്ചു തരികയാണ്. തലച്ചോറിങ്ങനെ ഉരുകുകയാണ്. നിന്റെ തലയോട്ടി മുഴുവനും പടച്ചവരെ വിളിച്ചിറങ്ങുകയാ. അവർ ചെയ്ത പാപം കണ്ടുപിടിച്ചത് കൊണ്ടല്ല, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശ തിന്നത് കൊണ്ടല്ല, നിസ്കരിക്കാത്തത് കൊണ്ടല്ല, തലമറയ്ക്കാത്ത പെണ്ണ് നിനക്കല്ല നാളെ തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പെങ്ങളെ തലമറയ്ക്കാൻ പഠിപ്പിക്കൂ. എന്റെ മക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കൂ. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്കൂ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു തലമുടി വെളിയിൽ കണ്ട നാളെ നീ അള്ളാന്റെ മുന്നിൽ എന്ത് പറയും? രക്ഷപ്പെടുമോ? ഒരു തലമുടി കണ്ടാൽ നരകത്തിന്റെ തൊപ്പി അള്ളാഹു നിന്റെ തലയിൽ വെച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവർ, ഇസ്ലാമിന്റെ നിയമം എന്താ? നിങ്ങൾ എന്താ പഠിക്കാത്തത്? ഇസ്ലാമിന്റെ നിയമം, അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. ഇത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിന്റെ അർത്ഥം സലാം പറയൽ ഒരു ദുആയ. എന്നാൽ ഒരു അന്യ പെണ്ണ് ആണിനോട് സലാം പറയാൻ പാടില്ല. ഒരു അന്യ പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ല. എന്തിന്? മയ്യത്ത് പോലും കാണാൻ പാടില്ല. ഇതാ ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമം എന്ത്? മരിച്ച മയ്യത്ത് പോലും കാണരുത്. ഇതാ ഇസ്ലാമിന്റെ നിയമം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് നടക്കല്ലേ, സിമ്പിളായിട്ട് നിസ്സാരമായിട്ട്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് കടന്നു വരികയാണ്. തലമറയ്ക്കാത്ത പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. യാ റസൂലല്ലാഹ്,
നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ്, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. അപസ്മാരമെന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, പെട്ടെന്ന് പിടഞ്ഞ് താഴെ വീഴുന്നു, കൈകാലുകൾ ഇങ്ങനെ വിറയ്ക്കുകയാണ്, വായിലൂടെ പറയുന്നവരെയും വരികയാണ്. പടച്ചവനെ, വല്ലാത്ത വേദനകളുടെ രോഗമാണ് അപസ്മാരത്തിന്റെ രോഗം. യാ റസൂലല്ലാഹ്, ആ രോഗം എനിക്ക് വരുന്നുണ്ട് നബിയേ, വല്ലാത്ത വേദനയാ നബിയേ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ? എന്റെ രോഗമൊന്ന് മാറാ ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പെണ്ണ് പറയുമ്പോ റസൂലുള്ളാഹി പറയുന്ന പെണ്ണ്, അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിന്റെ രോഗം മാറും, നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും പെണ്ണ്. പ്രവാചകനവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഇല്ല നീ ശമിക്കുകയാണെങ്കിൽ, ഇല്ല നീ ശമിക്കുകയാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് മുത്തുനബി പറയുമ്പോ ആ പെണ്ണ് പറഞ്ഞു, നബിയേ ദുആ ചെയ്യണ്ട, ഞാൻ സഹിക്കാൻ നബിയേ, വേദനകൾ മുഴുവനും ഞാൻ ശമിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗ്ഗം മതി നബിയേ, എനിക്ക് സ്വർഗ്ഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാ. കുറച്ചെന്ന് മുന്നോട്ട് പോയി, പിന്നെയും ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മടങ്ങി വന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, രോഗം മാറാനല്ല, രോഗം മാറാനല്ല, പിന്നെ എന്തിനെന്നറിയോ? അപസ്മാരം എന്ന് പറയുന്ന രോഗം വന്ന് താഴേക്ക് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് വെളിവാകുകയാണ്. അന്യപുരുഷന്മാര് കാണുന്നു, എന്റെ ശരീരം അന്യപുരുഷന്മാര് കാണുന്നു. എനിക്കതിഷ്ടമില്ല നബിയേ, എനിക്കതിഷ്ടമില്ല നബിയേ. അതുകൊണ്ട് ഞാൻ രോഗം പിടിച്ചു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ നബിയേ? രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ഒരിക്കലും എന്റെ ശരീരം കാണാൻ പാടില്ല, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുത്തുനബിയോട് ദുആ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് പറയുകയാ, പാപ്പാ നിന്നോട് പ്രത്യേകിച്ച് പറയുകയാ, മക്കള് ചോദിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നവര്, ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവര് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് നിന്റെ ഭാര്യയെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ തന്റെ പൊന്നാര മകൾക്ക് ജീൻസിന്റെ പാന്റ് വാങ്ങി കൊടുക്കുന്ന വാപ്പാ, ഇറങ്ങിയ പോലെ പടച്ചവനെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന വാപ്പാ, അതുകൊണ്ട് നിന്റെ പൊന്നാര മകൾ നിന്റെ മുന്നിലൂടെ നടക്കുമ്പോ നിനക്കറിയാം ഇത് പാപമാണെന്ന്, നിങ്ങളെ നിനക്കറിയുമല്ലോ. നിന്റെ പൊന്നാര മക്കളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ പൊന്നുമോട് നടക്കുമ്പോ ഇത് പാപമാണെന്ന് നിനക്കറിയാമല്ലോ. എത്താറില്ലല്ലോ, എത്താറില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്നെയൊന്നും വെറുതെ വിടൂല, നിങ്ങളെ വെറുതെ വിടൂല. അല്ലാഹു നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് അതിനെ നിസ്സാരമായി കളയുന്ന വാപ്പാ
അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവരാ. പ്രവാചകൻ പറഞ്ഞു 5 പെണ്ണുങ്ങള് ആണുങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 പെണ്ണുങ്ങൾ ഒരാള് സ്വർഗ്ഗത്തിൽ പോകുമ്പോ തടയും ഒരാണിനെ, ഒരു വാപ്പയെ. ഏതാ? എന്റെ പ്രിയപ്പെട്ടവർ, 5 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് നിന്റെ മകളാ. നിന്റെ മകളാ. നിനക്ക് താടിയുണ്ട്, തഴമ്പുണ്ട്, നീ കമ്മിറ്റിക്കാരനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുമ്പന്തിയിൽ നിൽക്കുന്നവനാ. പക്ഷെ നിന്റെ മോള് നിന്റെ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? താത്തമാര് ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹ് കുത്തിയിട്ടടക്കും. അല്ലോ കണ്ടു കഴിഞ്ഞാൽ മലക്കുകൾ ഇറങ്ങുന്ന പോലെ. എന്ന തൊട്ടുപുറകിൽ ഒരെണ്ണെഴുതും സായിപ്പ് മാതാമ പോലും തോറ്റുപോകുന്ന രീതിയിൽ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ വിചാരിച്ച് രക്ഷപ്പെടൂന്ന്? ഇല്ല, അള്ളാഹ് നിന്നെ പിടിച്ചുർത്തും. അള്ളാഹ് നിന്നോട് ചോദിക്കും, എന്തിനാ താത്ത? നീ ഒന്ന് കണ്ണ് തുറന്നു നോക്ക്. നിന്റെ 18 വയസ്സുള്ള 15 വയസ്സുള്ള മകള് ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് നാട്ടിയിറങ്ങിയ സ്വന്തം പിഴച്ചു. എന്തിനാ മറ്റുള്ളവനെ പിഴപ്പിക്കുന്നത്? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒരു കാരണമാകുന്നത് എന്തിനാ പെങ്ങളെ? അതുകൊണ്ട് മക്കളുടെ വസ്ത്രധാരണം നോക്ക്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ. അള്ളാന്റെ റസൂല്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഖുർആന പറഞ്ഞ അല്ല പറയുകയാ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കണം. പാപ്പ കയറി വരട്ടെ, ഉമ്മ കയറി വരട്ടെ, അനുവാദം ചോദിച്ചിട്ടേ കേറാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏതു മക്കള്? 25, 20, 18, 15, 10 അല്ല, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ 3 സമയത്ത് അനുവാദം ചോദിക്കണം. 3 സമയം അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഏതാ 3 സമയം? 1 സുബഹിക്ക് മുമ്പുള്ള സമയം, വെളുപ്പാങ്കാല സമയം. 2 നട്ടുച്ച സമയം. 3 രാത്രി. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കയറാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയം അല്ലേ? ഉറങ്ങാൻ എന്ത് രസവാ! വെളുപ്പാങ്കാല സമയത്ത് ഏറ്റവും മനോഹരമായ സമയം. അപ്പൊ ഇങ്ങനെ വാപ്പായി ഉമ്മായിക്ക് നല്ല ഉറങ്ങുന്ന സമയം. ഉദാഹരണം പറഞ്ഞ, നമ്മൾ ആണുങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. ഏകദേശമുള്ള ആണുങ്ങൾ മുഴുവനും കിടക്കുന്ന സമയത്ത് മുണ്ടെടുത്തിട്ടാ കിടന്നുറങ്ങുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം തിരയണത്, അല്ലാഹ് ഒരു മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ പടച്ചോനെ, മുണ്ടെവിടാന്ന് തിരയണത്. ഒരാളാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം തിരയുന്നത് മുണ്ട. കാരണം ചിലപ്പോൾ ഫാന്റെ മുകളിലായിരിക്കും, എവിടെങ്കിലും കിടക്കുന്നുണ്ടാകും. അതാവസ്ഥ. പിന്നെ നിങ്ങൾ ഇട്ടിരിക്കണ മാക്സിയുടെ കഥ ഞാൻ പറയണില്ല, ഓർത്തു നോക്ക്. അപ്പൊ ഈ സുബഹിക്ക് മുമ്പുള്ള സമയം 7 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു മകനോ മകളോ റൂമിലോട്ട് കയറി വരുമ്പോ അള്ളാഹുവെ കോവളം ബീച്ചിൽ കിടക്കണ പോലെ വാപ്പ കിടക്ക, അല്ലെങ്കിൽ ഉമ്മയുടെ കിടത്ത അങ്ങനെയാ. അപ്പൊ ഈ മക്കൾ ഇത് കണ്ടാൽ ഒന്നും തോന്നില്ല. പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. അതാ ഖുർആൻ. അതാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. മാതാപിതാക്കളുടെ ഔറത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കണ്ടാ ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അതവരുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സൂക്ഷ്മത പാലിക്കണമെന്ന ഖുർആൻ പറഞ്ഞത്. എന്നാ ഇന്ന് വീട്ടിൽ ചെന്നാൽ 35 വയസ്സുള്ള വാപ്പ, 10-25 വയസ്സുള്ള അല്ലെങ്കിൽ 10-30 വയസ്സിന് താഴെ പ്രായമുള്ള ഉമ്മ, ഇവിടെ 15 വയസ്സുകാരൻ, ഇവിടെ 13 വയസ്സുകാരി ഇരുന്നിട്ട് അരപ്പാവാടയിട്ട് ആടുന്ന ഇംഗ്ലീഷ് പടം വരെ കാണുന്ന കാലമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ കുടുംബം, അതാ പെങ്ങളെ കുടുംബം. അങ്ങനെ ആവണം കുടുംബം. നാണോ ഇല്ല, മാനോ ഇല്ല, ഇരുന്ന് കാണുക. വാ, കെട്ടിപ്പിടിച്ചിട്ട്. ഇപ്പത്തെ ഏത് സിനിമയിലും കിസ്സില്ലാത്ത സിനിമയില്ലല്ലോ. കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്ക. അല്ലാഹ് വാപ്പായും മക്കളും ഇരുന്ന് കാണാ. അല്ലാഹു അഅലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പരാതി, ഉസ്താദെ മക്കളുടെ മൊബൈൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തും. വെറുതെ വളർത്തി ഇറച്ചിക്കോഴിയെ വളർത്തണ പോലെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല. വളർത്തേണ്ട രീതിയിൽ വളർത്തണം.